സാർ ഇപ്പോൾ ആരോഗ്യ രംഗമാകെ പ്രശ്നത്തിൽ ആയിരിക്കുകയാണ്. അപ്പം കെ മുരളീധരൻ വീണ ജോർജിനെതിരെ ഈ പണി നിർത്തിയിട്ട് വാർത്ത വായിക്കാൻ പോകാൻ പറഞ്ഞു. അതിന് വീണ ജോർജ് മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? ഈ കെ മുരളീധരന് വീണ ജോർജിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, പുള്ളിയെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ഒരു ശരീരഭാഷയും അല്ലെങ്കിൽ അത്തരത്തിൽ വർത്തമാനവും ഒക്കെ ഉള്ള ഒരു നേതാവ്. അപ്പം കഴിഞ്ഞ ദിവസം ഈ മുരളീധരന്റെ പറച്ചിലിന് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഈ വീണ ജോർജ്. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി എന്റെ അഭിപ്രായത്തിലും ഈ പറഞ്ഞതുപോലെ പിണറായി ഗവൺമെന്റിന് ഒരു പേര് ദോഷം. കാരണം അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ആ വകുപ്പിനകത്ത് ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവും, അത് ഗവൺമെന്റിന് ഒരു നാണക്കേടുമാവും. കാരണം ജനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വകുപ്പാണല്ലോ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരുത്തിന് ഈ ആശുപത്രിയുടെ മുമ്പിൽ വന്ന് കല്ലേ തട്ടി വീണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം അത്രയ്ക്ക് ഒരു നല്ല യാദവുള്ള ഒരു പെൺപിള്ളേ. അപ്പൊ നേരത്തെ ഇരുന്ന ഒരു ആരോഗ്യ മന്ത്രിയുമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നമാണ്. നേരത്തെ അറിയത്തില്ല, അതിന് ഈ ആദ്യത്തെ ഫസ്റ്റ് പിണറായി ഗവൺമെന്റ് മന്ത്രിസഭയ്ക്കകത്ത് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. അവരെ എന്തുകൊണ്ടോ ആൾക്കാർക്കെല്ലാം ഇഷ്ടമായിരുന്നു, നമ്മൾ പറയുമല്ലോ. അപ്പൊ അതിനകത്ത് അവർ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അവർ മര്യാദയ്ക്ക് പെരുമാറുകയും ആൾക്കാർക്ക് ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല, അത്രയും കാര്യം ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞത്. പക്ഷെ അത് മതി ആൾക്കാർക്ക്. ഇവര് ചില ഫാഷൻ പരേഡിന് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മന്ത്രിപ്പണിയോ രാഷ്ട്രീയ പണിയോ ഇത് ആകുന്നതിന് മുമ്പ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം പല സ്വാധീനം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ പല രാഷ്ട്രീയ പാർട്ടികളിലും പല സഭയും അല്ലെ പല മേലധ്യക്ഷന്മാരും മറ്റു തമ്മിൽ, അപ്പൊ ഇവരെ ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ട് സ്വാധീനം ഉറപ്പിക്കുന്നതിന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വന്ന ഒരു എം.എൽ.എയും മന്ത്രിയും ഒക്കെ അങ്ങനെ മന്ത്രിയായതാ. ഇപ്പൊ മറ്റു മന്ത്രിമാരെ അപേക്ഷിച്ച് ഇവർക്ക് ഇതൊരു വലിയ കാര്യമല്ല. കാരണം അവർക്കിടെ നോക്കുമ്പോൾ പ്രയാസപ്പെടാതെ ഈസി ആയിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പൊ ആരെയും പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞു വന്നത്. അപ്പൊ ഇവർ ഇത് പറയുകയും അല്ലെ മന്ത്രിപ്പണി നിർത്തി പോവുകയും എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് മറുപടി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരനിട്ട് വേണ്ടതാണ്. കെ മുരളീധരന് ഈ മോശമൊന്നുമല്ല. പുള്ളിയുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ പുള്ളിയെ കവിഞ്ഞ ആരുമില്ല. അത് കണ്ടിട്ടില്ല, നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സമയത്ത് ആരാണ്ട് ചോദിച്ചോ പറഞ്ഞു, സുരേഷ് ഗോപി മൂന്നാമതാ, ഞാൻ തലേന്ന് പറയാം പിറ്റേന്ന് എണ്ണാൻ പോവല്ലേ, മൂന്നാമതാണ് ഞാൻ ഒന്നാമതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എണ്ണിയപ്പം പുള്ളി മൂന്നാം സ്ഥാനത്ത് പോയതും പിന്നെ പല കാര്യത്തിനകത്തും പുള്ളിക്ക് പറ്റിയതും പലയിടത്തും അക്കൗണ്ട് പൂട്ടിപ്പിക്കാൻ ചെന്നിട്ട് പുള്ളിക്ക് പറ്റിയതൊക്കെ നമുക്കറിയാവുന്നത്. പുള്ളി സ്ഥിരം ഒരു കോമാളി ആവാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പുച്ഛിച്ച് സ്വയം വലുതായി നടക്കുന്നവരാണ്. അപ്പം ഇവര് തിരിച്ചു പറഞ്ഞത് കേരള ചരിത്രത്തിൽ ഇതുപോലെ ഒരാളില്ല, സ്വയം ആണാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആണല്ലെന്നൊന്നും പറയുന്നില്ല, ഞാനൊരു സ്ത്രീയാണ്. പക്ഷേ കേരള ചരിത്രത്തിൽ എന്നെ കുറ്റം പറയുമ്പോൾ മന്ത്രിയായതിനു ശേഷം മത്സരിച്ച് കോൺഗ്രസിന്റെ കുത്തക സീറ്റായിട്ടുള്ള അന്ന് ഒരു വടക്കാഞ്ചേരിയിൽ തോറ്റ മനുഷ്യനാണ്. അന്ന് മൊയ്തീൻ, നമ്മുടെ നേരത്തെ വ്യവസായ മന്ത്രിയായിട്ടുള്ള മൊയ്തീൻ അറിയത്തില്ല, ഇപ്പോഴും എനിക്കൊന്ന് വടക്കാഞ്ചേരി എം.എൽ.എ ആണ്. മരിച്ചത് അല്ല, മരിച്ചിട്ടില്ല. മൊയ്തീൻ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ കഴിഞ്ഞ മിനിസ്ട്രിയിലെ മന്ത്രിയായിട്ടിരുന്നേ. അല്ലെങ്കിൽ മാരാരിക്കുളത്ത് മത്സരിച്ച ജയിച്ച അദ്ദേഹം ഈ അടുത്ത് മരിച്ചത്. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും ഇദ്ദേഹം ഇപ്പോഴും എം.എൽ.എ ആണല്ലോ. മൊയ്തീൻ കഴിഞ്ഞ വ്യവസായ മന്ത്രിയായിട്ടൊക്കെ, പിന്നെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന മൊയ്തീൻ. അപ്പൊ അന്ന് അറിയാമല്ലോ, ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറുന്നതിന് വേണ്ടി ക്ലെയിം ചെയ്ത് അന്ന് മന്ത്രിയാക്കി കൊടുത്ത് അദ്ദേഹം അന്ന് MLA അല്ലായിരുന്നു. ഈ പറയുന്ന മണ്ഡലത്തിൽ അന്ന് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഈ മൊയ്തീൻ, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതെ, പേര് വന്നത്. അപ്പൊ അയാളുമായിട്ട് മത്സരിച്ച് തോറ്റുപോകുന്നൊരവസ്ഥ അത് ഇവര് പറഞ്ഞു. അപ്പൊ പിന്നെ ഇയാൾ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. കാരണം ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആരെയും പറയും. അച്ഛനെയും തള്ളി പറഞ്ഞിട്ടുള്ളതാണല്ലോ. അഹമ്മദ് പട്ടേൽ എന്ന് അലൂമിനിയം പട്ടേലിനെ വിളിച്ചതും, മദാമ എന്ന് സോണിയാഗാന്ധിയെ വിളിച്ചതും, അല്ലെങ്കിൽ ഈ പപ്പു എന്ന് മറ്റും ഇപ്പൊ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിളിച്ചതും ഒക്കെ അറിയാമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിന്റെയും അദ്ദേഹം പറയുന്ന കാര്യത്തിനും അത്രയ്ക്ക് വില കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ, ഇപ്പോ അവനെ ഞാൻ പോസ്റ്റർ ആക്കി എന്നൊക്കെ പറയത്തില്ലേ, ശരിക്കും പറഞ്ഞാൽ മുരളീധരനെ പോസ്റ്റർ ആക്കി വീണ ജോർജ്. അപ്പം അത് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിനകത്ത് നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് ഏറ്റുമുട്ടുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മറുപടി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് കണ്ട് ഏറ്റുമുട്ടുകയും
അല്ലെങ്കിൽ ആ പറയുന്നതിന് വീണ്ടും മറുപടി പറയാൻ കരുത്തുണ്ടാവുകയൊക്കെ ചെയ്താലേ നമുക്ക് ഏത് രീതിയിൽ വിമർശിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശിക്കാനും അത്തരത്തിലുള്ള കാര്യത്തിനും ആത്തും ഇറങ്ങിത്തിരിക്കാവും. അപ്പം ഇപ്പം വീണ ജോർജ് എന്ന് പറയുന്ന, ഇന്നലെ തന്നെ കോട്ടയത്ത് അറിഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണു, ഒരാൾ മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഗവൺമെന്റ് മൊത്തം നാണക്കേടാണ്. അതെ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ എപ്പോ പറയുമ്പോഴും എന്ത് പറയുമ്പോഴും മറ്റ് ഗവൺമെന്റുകളെ തുലനം ചെയ്യുമ്പോൾ ഈ സ്കൂൾ തലത്തിലും ആരോഗ്യ തലത്തിലും ഇതിനകത്ത് അഴിമതി ഉണ്ടോ അഴിമതി ഇല്ലയോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ മറ്റ് ഗവൺമെന്റുകളെ അപേക്ഷിച്ച് വളരെ വലിയൊരു വികസനം കൊണ്ടുവന്നു. ഉം. കാരണം ആശുപത്രികളിൽ ഇപ്പൊ സാധാരണക്കാരന് കയറി ചെന്നാൽ, പണ്ട് സർക്കാർ ആശുപത്രി കയറി പോയിട്ടുണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹം, അതെ അതെ കയറിപ്പോയാൽ നമുക്ക് കണ്ടത്തിനകത്ത് പോകുന്നത് അതിനെക്കാട്ടി എളുപ്പമായിരുന്നു. അത്രയ്ക്ക് അതെ അതെ വൃത്തിശൂന്യമായിട്ട് ഇപ്പൊ അതെ. അതെ ഇപ്പൊ സർക്കാർ ആശുപത്രികൾ മര്യാദ കിടക്കുന്നു. പിന്നെ അതിന്റെ അത് പക്ഷേ ഗവേണിംഗ് വി എസ് സംവിധാനം ശിവകുമാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അതിന് മാറ്റം വന്ന് തുടങ്ങിയിരുന്നു. ആ അല്ല മാറ്റം വന്ന് തുടങ്ങിയിരുന്നെങ്കിലും അതിനകത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ 10 കൊല്ലം. നമ്മളിപ്പോ അതെ ഒരു ഭാഗം എന്ന് പറയുന്നതൊന്നുമല്ല, ആ ശ്രദ്ധ പതിപ്പിച്ചു. പക്ഷെ ഇതിനകത്ത് നിന്നൊരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ പരാതി പറഞ്ഞ ഹാരിസ് ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് തന്നെ, അതെ ഇതിനകത്ത് വലിയൊരു കുത്തകയുണ്ട്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന പോലെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോയാൽ പ്രൈവറ്റ് മേഖലയിലുള്ള ആശുപത്രിക്കാർക്ക് വേണ്ട ഗുണം കിട്ടാതെ വരും. ഇതിനകത്തൊരു സ്വാധീനം ചെലുത്തും. നമുക്കറിയാമല്ലോ, നിസ്സാരമായിട്ട് ഒരിടത്ത് നമ്മുടെ കൈക്ക് ഒരു വേദനയായിട്ട് പോയാൽ പറയാം, ആദ്യം അവന്മാർ പറയും ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരാം. ഉം. എക്സ്റേക്കകത്ത് ഒന്നുമില്ലെന്ന് അവർക്കറിയാം. ഈ അതെ ഡോക്ടർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഡോക്ടറാണെങ്കിൽ. യെസ് അത് കഴിഞ്ഞിട്ട് പറയാം ഒന്നും കാണുന്നില്ലല്ലോ, പോയി ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറയും. ഇതെല്ലാം അന്ന് വെളിയിലായിരുന്നു. ഇതൊക്കെ ഒരു പരിധി വരെ ഇന്ന് അകത്തുണ്ട്. മനസ്സിലായില്ലേ? അതെ അപ്പം അതിനകത്ത് വീണ്ടും ക്രൈസിസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വേണ്ട ലഭ്യതക്കുറവ് ഉണ്ടാക്കണം. അതാണ് ഈ പറയുന്ന ഉപകരണങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം വന്നത്. അതായത് അതെ അതിനകത്ത് നിന്ന് ഗവേണിംഗ് ബോഡി, ഒരു ആശുപത്രിയുടെ സൂപ്രണ്ട് പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. സാമ്പത്തികമായിട്ട് പല ഓർഡറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു അതെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൃത്യമായിട്ട് വെളിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലും അല്ലെങ്കിൽ മറ്റു പലരുടെയും സ്വാധീനത്തിന്റെ വലയത്തിൽ നിന്ന് ഈ പറയുന്ന സ്കാനിങ് സെന്ററിൽ നിന്ന് കമ്മീഷൻ കവറിലിട്ട് പോയിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തത് മേടിച്ച് പോക്കറ്റ് വെക്കുന്ന ഡോക്ടർമാർ അതിന് തയ്യാറാവത്തില്ലെന്ന് പറയുമ്പോൾ അതെ 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 എല്ലാം ഹാരിസ് ഡോക്ടർമാരല്ലോ അല്ല കേരളത്തിലുള്ളത്. അല്ല അല്ല അപ്പൊ ഒരിക്കലും അല്ലല്ല. അപ്പൊ അതിനകത്ത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. നന്നാക്കിയാൽ പോരാ, സാധനം മേടിച്ചു വെച്ചാൽ പോരാ, ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ആരെങ്കിലും നടക്കാതെ വരുന്നതിന് നിന്നു കൊടുക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ഗവൺമെന്റ് ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ടാണ് ഈ ആക്ഷേപം ഉണ്ടായത്. അതിന് മന്ത്രികുളത്തിലെ മന്ത്രിയെ മാറ്റണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവർക്ക് ബ്യൂട്ടി പാർലർ ഇട്ടോട്, അവർക്ക് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ മന്ത്രിയാക്കട്ടവരെ. മനസ്സിലാവുന്നുണ്ടോ? അവരെയൊക്കെ ഈ പണിക്കുള്ളത്തിലെ മാറ്റി നിർത്തി ഗവൺമെന്റിന് വേണ്ടി ചീത്തപ്പേരെ കേൾക്കുന്നു. അല്ലെങ്കിൽ ഈ സാധാരണക്കാരന് വേണ്ടി ഉരുത്തിരിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിലെ സംവിധാനം അവർക്ക് കിട്ടാതെ പോവുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന രോഗികൾക്ക് അവർക്ക് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്ന് സാധനം മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയ നടത്താൻ പ്രാപ്തമായ സാധനം ഇതില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേറെ ഈ ഇരിക്കുന്ന സൂപ്രണ്ടിനും അവിടുത്തെ ഡോക്ടർമാർക്കും വളരെ കൃത്യമായിട്ട് ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഡയറക്ഷൻ കൊടുത്തു പോകുന്ന ഒരവസ്ഥ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ആ മാഫിയ ഏതൊക്കെ തലത്തിലുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തിരക്കണം. അതിന് കഴിവുള്ള മന്ത്രി ഉണ്ടാവണം, അതിന് കഴിവുള്ള സംവിധാനം ഉണ്ടാവണം. അതിനകത്ത് ആരെങ്കിലും പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഹാരിസ് ഡോക്ടർ അങ്ങനെ പറഞ്ഞ ശരിയായില്ല, മന്ത്രിമാർ വന്നിട്ട് അയാൾ അങ്ങനെ പറഞ്ഞ ശരിയായില്ല, കേരളത്തിലെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനം. ശരി തന്നെ, സംവിധാനം അതാ, പെയിന്റ് അടിച്ച് വെച്ചിട്ട് ഗ്ലാസ് വിട്ട് നിർത്തിയാൽ പോരാ, അകത്ത് സ്കാനിങ് മെഷീനും എക്സ്റേ മെഷീനും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ECG മെഷീനും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണക്കാരൻ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുന്നവന്മാർ അവർക്ക് വേണ്ടി അത് ആ പണി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സാധാരണക്കാരൻ അവിടെ വരുമ്പോൾ അവർക്ക് വേണ്ട അവസരത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ അവരെ ഇൻസൾട്ട് ചെയ്യാതെ അവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അതിന്റെ നോക്കണ്ടേ ആരാ? അതിനായി നമ്മൾ തെരഞ്ഞെടുത്ത് വരുന്ന മന്ത്രി ഉള്ളത്, MLA ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് നമ്മള് നികുതി പണം എടുത്ത് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളത്. ഇല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അതിനാ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നടക്കുന്നില്ല. ആ കാര്യത്തിൽ ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ ഈ പറയുന്ന മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് ശരിയായുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് വിമർശിക്കാൻ പ്രാപ്തമായിട്ട്, അല്ലെങ്കിൽ അവര് വരുമ്പോഴും ഇതിനെക്കാട്ടി മുൻകരുതി കൊണ്ടുപോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അന്നതെല്ലാം മറന്നുപോയിട്ട് പുറംതിരിഞ്ഞിരിക്കുന്ന സമീപനം ഉണ്ടാവരുത്. യെസ് ഏതായാലും നമുക്ക് പറയാനുള്ളത്, വീണ ജോർജ് മുരളീധരനുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തി. ആ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആ സംസാരത്തിനകത്ത് വീണ ജോർജിന് മോശമുണ്ടാകുന്ന, അല്ലെ വാർത്ത വായിക്കാൻ മാത്രം അറിയാവുന്ന ഒരാൾ, മന്ത്രിപ്പണി അറിയത്തില്ലെന്ന്
ബോധ്യപ്പെടുത്തി നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച കെ മുരളീധരന് അതിനപ്പുറമുള്ള ഒരു മറുപടിയാണ്. അതായത് ആ മുരളീധരനെ പോസ്റ്റർ ഒട്ടിച്ചു, അല്ല നമ്മൾ പറയത്തില്ലേ ഭിത്തിയിൽ ഒട്ടിച്ചു വീണ ജോർജ് എന്ന് പറയുന്നത്. യെസ്, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.